ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് ധാരാളം പര്യവേഷണങ്ങൾ മനുഷ്യൻ നടത്താറുണ്ട്. പക്ഷേ എങ്ങനെയാണ് കൃത്യമായി ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഒരു റോക്കറ്റ് അതിൻ്റെ പേടകവുമായി കൃത്യം ചൊവ്വയിൽ എത്തിച്ചേരുന്നത്? 1965 ആദ്യമായി മനുഷ്യൻ ചൊവ്വാഗ്രഹത്തിലേക്ക് ഒരു പേടകത്തെ വിക്ഷേപിച്ചത്. അന്നു മുതൽ ഇന്നുവരെ ഏകദേശം 50ഓളം ഉപഗ്രഹങ്ങൾ ചൊവ്വാഗ്രഹത്തിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. 4 രാജ്യങ്ങൾ മാത്രമാണ് ചൊവ്വാഗ്രഹത്തിൽ വിജയകരമായി പര്യവേഷണം നടത്തിയത്. അമേരിക്കയുടെ നാസ, പഴയ USSRന്റെ അതായത് സോവിയറ്റ് യൂണിയന്റെ സ്പേസ് ഏജൻസി, യൂറോപ്യൻ സ്പേസ് ഏജൻസി, പിന്നെ ഇന്ത്യയുടെ ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഈ രാജ്യങ്ങളെ കൂടാതെ ജപ്പാനും ചൈനയും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് പരാജയമായിരുന്നു. നമ്മുടെ ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് തിരികെ വരാം. എങ്ങനെയാണ് കൃത്യമായി ഭൂമിയിൽ നിന്നും ചൊവ്വാഗ്രഹത്തിലേക്ക് ഒരു പേടകത്തെ വിക്ഷേപിക്കുന്നത്? ഭൂമിയിൽ നിന്നും ചൊവ്വാഗ്രഹത്തിലേക്ക് കൃത്യമായ ഒരു വര വരച്ച് അതിലൂടെ ഈ പേടകത്തെ വിക്ഷേപിക്കാൻ സാധിക്കില്ല. കാരണം ഭൂമി സൂര്യന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചൊവ്വാഗ്രഹവും വലം വയ്ക്കുന്നുണ്ട്. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള വേഗതയിലാണ് വലം വയ്ക്കുന്നത്. ഭൂമി സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ സൂര്യനെ വലം വയ്ക്കുമ്പോൾ ചൊവ്വാഗ്രഹം വെറും 24 കിലോമീറ്റർ വേഗതയിലാണ് വലം വയ്ക്കുന്നത്. അതായത് ഭൂമിയേക്കാൾ പതിയെയാണ് ചൊവ്വാഗ്രഹം സൂര്യനെ വലം വയ്ക്കുന്നത്. അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ചൊവ്വയിലേക്ക് നമുക്കൊരു ബഹിരാകാശ പേടകത്തെ അയക്കാൻ സാധിക്കുകയില്ല. അതിന് ഒരുപാട് നാളത്തെ കാത്തിരിപ്പ് വേണം. ആ കാത്തിരിപ്പിന് മുൻപ് ഒരു കണക്കുകൂട്ടൽ വേണം. ആ കണക്കുകൂട്ടലിൽ കൃത്യമായി ഏത് പൊസിഷനിലായിരിക്കുമ്പോഴാണ് ഭൂമിയിൽ നിന്നും ആ പേടകത്തെ വിക്ഷേപിക്കേണ്ടതെന്നും അത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാണ് ചൊവ്വയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതെന്നും ആ സമയത്ത് ചൊവ്വാഗ്രഹം അവിടെ എത്തുമോ എന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ഓൺലൈൻ ട്രേഡിംഗ് നടത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഭാരത് ഓപ്ഷൻ. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് പണം സമ്പാദിക്കാനും സൗജന്യമായിട്ടൊരു ഡെമോ അക്കൗണ്ട് സ്വന്തമാക്കാനും സാധിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആപ്ലിക്കേഷനാണ് ഭാരത് ഓപ്ഷൻ. ഇതിലെ ഡെമോ അക്കൗണ്ട് വഴി സൗജന്യമായി നിങ്ങൾക്ക് സ്വയം പ്രാക്ടീസ് ചെയ്യാനും അതിനുശേഷം റിയൽ ഓൺലൈൻ ട്രേഡിംഗ് നടത്താനും സാധിക്കുന്നതാണ്. 100 രൂപ മാത്രമാണ് ഇതിലെ മിനിമം ഡെപ്പോസിറ്റ് എമൗണ്ട്. ഇതിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഒരുപാട് അസറ്റ്സ് അവൈലബിൾ ആണ്. ഫോറക്സ്, കറൻസി പെയർസ്, സ്റ്റോക്സ്, കമ്മോഡിറ്റീസ്, മെറ്റൽസ് എല്ലാം അതിൻ്റെ ഉദാഹരണങ്ങൾ മാത്രമാണ്. എനിക്ക് ബിറ്റ്കോയിൻ, ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിലൂടെ ക്രിപ്റ്റോ കറൻസിയുടെ പ്രൈസ് ഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ പറയുന്ന സമയത്തിനുള്ളിൽ ഈ ഗ്രാഫ് മുകളിലേക്ക് ഉയരുമോ അതോ താഴേക്ക് പോകുമോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. എനിക്ക് ഉറപ്പുണ്ട് ഈ ഗ്രാഫ് മുകളിലേക്ക് പോകുമെന്ന്. അതുകൊണ്ട് തന്നെ 50 രൂപ എൻ്റർ ചെയ്തിട്ട് ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഞാൻ പറയുന്ന സമയത്തിൽ ഇത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് 40 രൂപ പ്രോഫിറ്റ് ലഭിക്കുന്നതാണ്. എനിക്ക് 90% പ്രോഫിറ്റ് ലഭിച്ചിരിക്കുന്നു. UPIയോ പേടിഎമ്മോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴിയോ ഇതിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നേരിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴിയോ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് 2013 നവംബർ മാസത്തിൽ നാസ ചൊവ്വാഗ്രഹത്തിലേക്ക് വിക്ഷേപിച്ച മാവൻ മിഷൻ അല്ലെങ്കിൽ മാർസ് അറ്റ്മോസ്ഫിയർ ആൻഡ് വോളറ്റൈൽ എവല്യൂഷൻ എന്ന മിഷൻ എങ്ങനെയാണ് ചൊവ്വാഗ്രഹത്തിലേക്ക് വിക്ഷേപിച്ചതെന്നാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നിരവധി കണക്കുകൂട്ടലുകൾക്ക് ശേഷം നവംബർ മാസം 2013 വേണ്ടി നാസ കാത്തിരിക്കുകയായിരുന്നു മേവൻ മിഷനെ വിക്ഷേപിക്കാൻ വേണ്ടി. ഒടുവിൽ ആ ദിവസം വന്നെത്തി. അന്ന് ഫ്ലോറിഡയിലെ കേപ്പ് കനാവറിൽ നിന്നും ആ ഒരു പേടകം മുകളിലേക്ക് കുതിച്ചുയരുകയായിരുന്നു അറ്റ്ലസ് 5 റോക്കറ്റിൻ്റെ സഹായത്താൽ. അധികം വൈകാതെ തന്നെ അത് സംഭവിച്ചു. റോക്കറ്റിൻ്റെ ഏറ്റവും മുകളിൽ ഘടിപ്പിച്ചിരുന്ന മേവൻ അത് റോക്കറ്റിൽ നിന്നും വേർപെട്ട് അല്പം കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ മടക്കി വെച്ചിരുന്ന സോളാർ പാനലുകൾ നിവർത്തുകയായിരുന്നു. അത് നിവർത്തി സൂര്യന് നേരെ അത് നിലയുറപ്പിച്ചു. അവിടെ ഒരു യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയായിരുന്നു 10 മാസങ്ങൾ നീണ്ടുനിന്ന ചൊവ്വാഗ്രഹത്തിലേക്കുള്ള മേവൻ്റെ യാത്ര. ഭൂമിക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരുന്ന മേവൻ ആ ഭ്രമണപഥം ഉപേക്ഷിച്ച് ഭൂമിക്ക് വെളിയിലേക്ക് സഞ്ചരിക്കുന്നു. ഈ പുതിയ സഞ്ചാരപഥത്തിനെയാണ് ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓർബിറ്റ് നേരെ എത്തുന്നത് ചൊവ്വയിലേക്കാണ്. ചൊവ്വയിലേക്കെന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ ഓർബിറ്റിലേക്ക്. 2014 സെപ്റ്റംബർ 21 ചൊവ്വയുടെ ഭ്രമണപഥത്തിലേക്ക് മേവൻ കടക്കുകയായിരുന്നു. ഭൂമിയിൽ നിന്നും ചൊവ്വാഗ്രഹത്തിലേക്ക് മേവനെ വിക്ഷേപിക്കുന്ന ആ ഒരു സമയം ഭൂമി ചൊവ്വാഗ്രഹത്തിൻ്റെ പിന്നിലായിരുന്നു. ഭൂമിയുടെ വേഗത ചൊവ്വാഗ്രഹത്തേക്കാൾ കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ കൂടുതൽ വേഗതയുള്ള ഒരു ഗ്രഹത്തിൻ്റെ ഭ്രമണപഥത്തിൽ നിന്നും വേർപെട്ട് മറ്റൊരു ഗ്രഹത്തിൻ്റെ ഭ്രമണപഥത്തിലേക്ക് പോകുമ്പോൾ ആ പേടകത്തിന് സ്വാഭാവികമായും കൂടുതൽ വേഗത കൈവരിക്കുന്നതാണ്.
ചൊവ്വാഗ്രഹത്തിന്റെ പരിസരത്തേക്ക് എത്തുന്ന മേവൻ എന്ന പേടകം ഓട്ടോമാറ്റിക്കലി ഒരിക്കലും അതിൻ്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചേരുകയില്ല. അതിനുവേണ്ടി നമ്മളൊരു എഞ്ചിൻ അവിടെ പ്രവർത്തിക്കണം. ഈ എഞ്ചിൻ്റെ പ്രവർത്തന ഫലമായി മേവൻ്റെ വേഗത മണിക്കൂറിൽ 4345 കിലോമീറ്ററായി മാറുന്നു. അങ്ങനെയാണ് മേവൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിലേക്ക് കടക്കുന്നത്. ഭ്രമണപഥത്തിലേക്ക് കടക്കുന്ന ആ ഒരു സമയം തന്നെ ചൊവ്വയെ വലം വയ്ക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ സോളാർ പാനലുകളെ അത് കൃത്യമായി അലൈൻ ചെയ്യുന്നു. പിന്നെയും തുടർച്ചയായി 30 മിനിറ്റ് നേരം മേവൻ തൻ്റെ എൻജിൻ പ്രവർത്തിക്കുന്നതാണ്. ഇത്തവണ എൻജിൻ പ്രവർത്തിക്കുന്നത് അതിൻ്റെ വേഗത കുറയ്ക്കാൻ വേണ്ടിയാണ്. കാരണം ഇവിടെ അതിൻ്റെ വേഗത കുറഞ്ഞാൽ മാത്രമേ ചൊവ്വാഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണ ബലത്തിന് മേവനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നീടുള്ള സഞ്ചാരം ഗുരുത്വാകർഷണ ബലം നോക്കിക്കൊള്ളും. തുടക്കത്തിൽ മേവന് ഒരു തവണ ചൊവ്വാഗ്രഹത്തെ വലം വയ്ക്കാൻ 35 മണിക്കൂറുകളാണ് വേണ്ടി വന്നത്. പിന്നീട് ആഴ്ചകൾ കഴിയുമ്പോഴേക്കും അത് വെറും 4.5 മണിക്കൂറുകളായി ചുരുങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് മേവൻ തൻ്റെ ഇൻസ്ട്രുമെൻറ്റുകളെ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഈ ഇൻസ്ട്രുമെൻറ്റുകളുടെ സഹായത്താലാണ് മേവൻ നിലവിൽ പര്യവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചൊവ്വാഗ്രഹം എങ്ങനെയാണ് ഇങ്ങനെ വരണ്ടുപോയത്? ഒരു കാലത്ത് ധാരാളമായി ജലമുണ്ടായിരുന്ന ഒരു ഗ്രഹം, അത് എങ്ങനെയാണ് ഇപ്പോൾ വറ്റി വരണ്ട് ഇല്ലാതായിപ്പോയത്? കഴിഞ്ഞ 6 വർഷക്കാലമായി മേവൻ ചൊവ്വാഗ്രഹത്തിൽ പര്യവേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 6 വർഷമായിട്ടും അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റുകൾക്ക് യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. അന്ന് വിക്ഷേപിച്ചത് എങ്ങനെയാണോ അത്രയും കൃത്യതയാർന്ന് ഇപ്പോഴും പര്യവേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ബ്രൈറ്റ് കേരളൈറ്റ്സിനുള്ള ഒരു ബ്രൈറ്റ് ചോദ്യമാണ്. ചൊവ്വാഗ്രഹത്തിൽ ഒരു കാലത്ത് ധാരാളമായി ഉണ്ടായിരുന്ന ജലം എങ്ങനെയാണ് അവിടെ നിന്നും ഇല്ലാതെയായത്? നിങ്ങളുടെ ഉത്തരം അത് എന്തായാലും യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കും ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും.